ഹലോ ഫ്രണ്ട്സ്, ഒരു പവർ പാക്ക് ട്രിപ്പിന് പോയാലോ? ഒറ്റ ദിവസം കൊണ്ട് മാർക്കറ്റ്, ഡാം, ബീച്ച്, വെള്ളച്ചാട്ടം, ആംഫി തിയേറ്റർ ഇവയെല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ. അതെ, കൊർഫാക്കാൻ. ഷാർജയിൽ നിന്ന് 1.5 മണിക്കൂർ മാത്രം യാത്ര, പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ. ഷോർട്ട് ട്രിപ്പ് ഫുൾ ഓഫ് ത്രിൽ. This is Soumya and Jay. Welcome to another episode of our travel talks. ഷാർജ എമിറേറ്റ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു കിഴക്കൻ നഗരമാണ് കൊർഫാക്കാൻ. ഗൾഫ് ഓഫ് ഒമാന്റെ തീരത്തുള്ള ഈ നഗരത്തിന്റെ പേര് അർത്ഥമാക്കുന്നത് 2 കടലുകൾക്കിടയിലുള്ള തുറമുഖം എന്നാണ്. കൊർഫാക്കാനിലേക്കുള്ള യാത്ര 2 വശത്തും പാറകളും മലകളും. ലോങ് ഡ്രൈവ് യാത്ര ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു പെർഫെക്റ്റ് സ്പോട്ട് കൂടിയാണ് കൊർഫാക്കാൻ. മലകൾക്കിടയിലെ ഒരു റെസ്റ്റ് ഏരിയ, ഷീസ് റെസ്റ്റ് ഏരിയ. യാത്രാമധ്യേ നിങ്ങൾക്ക് ക്ഷീണം തോന്നുകയോ അല്ലെങ്കിൽ അല്പം ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ഇവിടെ ലോക്കൽ ഷോപ്പുകളാണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. ഫ്രൂട്ട്സ്, സ്ട്രീറ്റ് ഫുഡുകൾ, കുട്ടികൾക്കുള്ള ടോയ്സ് എന്നിവയൊക്കെ ഇവിടെ ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല റെസ്റ്റ് റൂംസ്, പ്രെയർ റൂം, കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ എന്നിവയാണ് മറ്റു സൗകര്യങ്ങൾ ഈ ഒരു ഷീസ് റെസ്റ്റ് ഏരിയയിലുള്ളത്. അതുമാത്രമല്ല പിന്നെയോ മലകൾക്കിടയിലൂടെ കടന്നു പോകുന്ന ഗംഭീര ടണലുകളും. 1ഉം 2ഉമല്ല 5 ടണലുകൾ. അതിൽ രണ്ടാമത്തെ ടണൽ സിദ്ര ടണൽ 2.7 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം വരുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നീളം കൂടിയ ടണലായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഇനി കൊർഫാക്കാൻ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ട്രാവലേഴ്സിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ട്രാവൽ ട്രിപ്പാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നവംബർ മാസത്തിനും മാർച്ച് മാസത്തിനും ഇടയിലുള്ള ഏതെങ്കിലും മാസങ്ങളിൽ വിസിറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്തെ താപനില ഏകദേശം 18 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. പാറകളും മലകളും നിറഞ്ഞ വഴികൾ പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് അൽ റഫീസ ഡാം. 1980കളിൽ നിർമ്മിക്കപ്പെട്ട ഈ ഡാം ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിരിക്കുകയാണ്. കൊർഫാക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇറങ്ങുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് ഒരു ഡെസ്റ്റിനേഷൻ മാത്രമല്ല പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം കംപ്ലീറ്റ്ലി കവർ ചെയ്ത് തിരിച്ച് സൺസെറ്റും കാണാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങൾ ട്രിപ്പ് എപ്പോഴും പ്ലാൻ ചെയ്യാൻ കൊർഫാക്കാൻ പോവുകയാണെങ്കിൽ. ബോട്ടിങ്ങിനുള്ള സൗകര്യം, കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ, കഫറ്റീരിയ, ഫാമിലി സിറ്റിംഗ് ഏരിയ, അതുപോലെ തന്നെ റെസ്റ്റ് റൂംസ്, പ്രെയർ റൂംസ് ഇവയൊക്കെയാണ് ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ സൗകര്യങ്ങൾ. പിന്നെ ഞങ്ങൾ പോയത് കൊർഫാക്കാൻ ടൗണിലേക്കാണ്. ഇവിടെയാണ് മറ്റു ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഉള്ളത്. അപ്പം 1 by 1 എന്താണെന്ന് നമുക്ക് നോക്കാം. മൂന്ന് കിലോമീറ്റർ നീളവും വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ ഒരു പെർഫെക്റ്റ് സ്പോട്ടാണ് കൊർഫാക്കാൻ ബീച്ച്. പാരാസെയിലിംഗ്, കയാക്കിംഗ്, ബോട്ടിംഗ് എന്നിവയാണ് ഇവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ ബീച്ചിലിറങ്ങാൻ താല്പര്യമുള്ളവർ വൈകുന്നേരം 6 മണിക്ക് മുമ്പായിട്ട് എത്തണം. കാരണം എന്തെന്ന് വെച്ചാൽ 6 മണിക്ക് ശേഷം അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് ബീച്ചിലിറങ്ങാൻ അനുവദിക്കുന്നതല്ല. ഇവിടുത്തെ മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് 45 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വെള്ളച്ചാട്ടം. വൈകുന്നേരങ്ങളിലാണ് ഈ ഒരു വാട്ടർഫോൾ കാണാൻ ഏറ്റവും കൂടുതൽ ഭംഗി. ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു വാട്ടർഫോൾ ആണ്. കൊർഫാക്കാൻ വാട്ടർഫാളിനോട് ചേർന്ന് തന്നെയാണ് മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടായ ആംഫി തിയേറ്റർ. റോമൻ ശൈലിയിൽ നിർമ്മിച്ച ഇത് ഒരു ഓപ്പൺ തിയേറ്റർ കൂടിയാണ്. സെമി സർക്കുലർ രൂപത്തിലാണ് ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. 3500-ലധികം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു തിയേറ്റർ കൂടിയാണിത്.
അങ്ങനെ കൊർഫാക്കാനിലെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ആദ്യമായിട്ടാണ് അവർ ട്രാവൽ ടോക്സ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. സോ നിങ്ങളുടെ നെക്സ്റ്റ് വീക്കെൻഡ് ട്രിപ്പിൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കൊർഫാക്കാൻ കൂടി ആഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ടിപ്പുകളും കാര്യങ്ങളും എല്ലാം ഫോളോ ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ദിസ് ഈസ് സൗമ്യ ആൻഡ് ജയ് സൈനിങ് ഓഫ്. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.